13 വർഷമായിട്ട് ചാച്ചൻ മരിച്ചിട്ട് ഇത്ര ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങൾക്കൊരു ഭാവിയിലോട്ട് കാല് വെക്കാനെ കൊണ്ട് എല്ലാം റെഡിയാക്കി തന്ന അമ്മ ഇപ്പൊ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നല്. എനിക്ക് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ അമ്മ പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന്. അമ്മയുടെ 28ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അന്ന് എനിക്ക് 7 വയസ്സും ഉണ്ണിയേട്ടന് 11 വയസ്സേ ഉള്ള. എനിക്കും ആരുമില്ല, എന്റെ മോളാണിത്. കല്യാണം കാണാൻ കൊച്ചിരിക്കുവായിരുന്നു. അമ്മ ഞങ്ങളടുത്ത് ചിരിച്ചോണ്ട് പറയും, ദാണ്ടടാ എനിക്കൊരു ആലോചന വന്നു. എന്റെ ഭർത്താവ്, അതായത് എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ അമ്മ ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് ഒരു ജീവിതം കിട്ടുന്നത് നല്ല കാര്യമല്ലേ. സന്തോഷമായോ? സന്തോഷം. എങ്ങനെ ഇതിൽ എത്തിപ്പെട്ടെ? മക്കൾ ഇതേപോലെ പറഞ്ഞ ഒറ്റയ്ക്കല്ലേ, 14 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് ജീവിച്ചതല്ലേ. അപ്പം മക്കൾ ഇതേപോലെ ചോദിച്ച് ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ സമ്മതിച്ചു. ഏട്ടനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. നേരത്തെ പത്തനാപുരത്തുള്ളത്, വീടിന്റെ അടുത്തുള്ളത് അറിയായിരുന്നു. പിന്നെ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മോന്റെ പാലുകാച്ചിന്റെ ഒരാഴ്ചക്ക് മുന്നേ ഇതേപോലെ ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം വന്ന അങ്ങനെ ഇവിടെ വന്നായിരുന്നു, സ്ഥാപനം കാണാനെ കൊണ്ട് വന്നായിരുന്നു. അതെ. അപ്പൊ ആ സമയത്ത് മോന്റെ പാലുകാച്ചിന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോന്റെ പാലുകാച്ചിന് വന്നു. അതിനുശേഷം ഇങ്ങനെ ആലോചന വന്ന് എൻ്റെ മരുമോനിങ്ങനെ ഏട്ടനുമായിട്ട് സംസാരിച്ചിട്ട് അവര് നമ്മുടെ ഈ കണ്ടീഷനൊക്കെ പറഞ്ഞെല്ലാം സെറ്റായി. അങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് അറിഞ്ഞു. ഇവര് പറയുന്നുണ്ട്, ഞങ്ങളില്ല കൂട്ടുകാരെ പോലെ ഫ്രണ്ട്സിനെ പോലെ എല്ലാം നമ്മളോട് ഷെയർ ചെയ്യുന്നില്ല. കുഴപ്പമില്ല, ജോലിക്ക് പോയേക്കുവാ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വിഭാഗമായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ മെയ് 5-ാം തീയതി കല്യാണം രജിസ്റ്റർ ചെയ്തതാ. ഇപ്പം അത് കഴിഞ്ഞിട്ടാ ഡേറ്റ് എടുത്ത് വെച്ചിട്ട് 1 മാസത്തോളമായി. അതിന്റെ ഇടയ്ക്കായിരുന്നു. അപ്പൊ അനാമിയുടെ പ്രസവം ഒന്നും ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതും പെട്ടെന്നായിരുന്നല്ലോ. ഞങ്ങളിത് കറക്റ്റ് ഗുരുവായൂർ എല്ലാം വെച്ച് നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ കുഞ്ഞ് വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് അവക്കൂടെയും കാണണമെന്ന് ഒത്തിരി ആഗ്രഹം പറഞ്ഞു. കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അവളാ. അന്നേരം അവക്കൂടെയും കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ അമ്മയടുത്തൊക്കെ പറഞ്ഞ് ഈ തേപ്പുപാറ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം തേപ്പുപാറ, അവിടെ വെച്ചിട്ട് കല്യാണമായിട്ട് നടത്തി. ഒത്തിരി പേരുണ്ടായിരുന്നു, ഷൈജോന്റെ ബന്ധുക്കാരും ഞങ്ങളുടെ ബന്ധുക്കാരും എല്ലാവരോടും ചേർന്ന് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിനെക്കാട്ടി കൂടുതൽ ഞങ്ങള് എല്ലാവരോടും നിന്ന് അത് ചെയ്ത് നിറഞ്ഞ സന്തോഷത്തോടെ. കാരണം 13 വർഷമായിട്ട് ചാച്ചൻ മരിച്ചിട്ട് ഇത്ര ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങൾക്കൊരു ഭാവിയിലോട്ട് കാല് വെക്കാനെ കൊണ്ട് എല്ലാം റെഡിയാക്കി തന്ന അമ്മ ഇപ്പൊ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നല്. വർഷയും പറഞ്ഞു, ഇതുപോലെ അനീത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാം സെറ്റിലായില്ലയോ, അമ്മയ്ക്കൂടെ ഒരു ജീവിതം. അതന്നേരം വർഷ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പം കറക്റ്റാ. പിന്നെ 2-3 സ്പോൺസർമാരൊക്കെ ഇങ്ങനെ ആലോചനയായിട്ട് വന്നായിരുന്നു, ഇവിടെ വരുന്ന ഗസ്റ്റിന്റെ ഒക്കെ. അങ്ങനെ വന്നപ്പോഴത്തേന് അമ്മ ഞങ്ങളടുത്ത് ചിരിച്ചോണ്ട് പറയും, ദാണ്ടടാ എനിക്കൊരു ആലോചന വന്നു. അന്നേരം ഞങ്ങള് ഇങ്ങനെ തപ്പി നടന്നപ്പോഴത്തേന് ഷൈജു എന്ന് പറഞ്ഞൊരു ചേട്ടൻ അച്ഛനാണ്. അങ്ങനെ അച്ഛൻ വരെയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും എന്ന് വെച്ചാൽ ഈ കാര്യം എല്ലാം പറഞ്ഞപ്പോ ട്രസ്റ്റ് ഉണ്ട് അമ്മ നടത്തുക. പുള്ളിയും ഇച്ചിരി നല്ലൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്, മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. അമ്മമാരുടെ കാര്യത്തിനകത്താണേലും ട്രസ്റ്റിന്റെ കാര്യത്തിനകത്താണേലും നല്ലപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നേരം ഞങ്ങളും തീരുമാനിച്ചു, എന്നാ ഇത് മതി, ഉറപ്പിച്ച്. ആദ്യമേ സമ്മതമല്ലായിരുന്നു. അന്നേരം ഞങ്ങള് പാലിയാച്ചനൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് അങ്ങനെ റെഡിയാക്കി എടുത്ത്. പിന്നെ 2 പേരുടെ മനസ്സൊന്നായപ്പോഴത്തേക്ക് കല്യാണമായിട്ട് നടത്തിയത്. ഒരമ്മ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ അവർക്ക് ഈ വെളിയിൽ നിന്നും നാട്ടുകാരെ കൊണ്ട് പലതും കേൾക്കേണ്ടതായിട്ടൊക്കെ വരുമായിരിക്കും. ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള് അമ്മ അറിയാതെ തന്നെ ആണേലോ അല്ലെ വേറൊരു വ്യക്തിക്കാന്നേലും അത് പറഞ്ഞങ്ങനെ ആവും. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് സമൂഹത്തെ നോക്കി ജീവിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അന്നേരം അമ്മയ്ക്ക് ഒരു ജീവിതം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച്, ഞങ്ങളുടെ അമ്മയുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ചാച്ചൻ മരിച്ചിട്ട് അമ്മ ഇത്രയും ഞങ്ങളുടെ കൊച്ചിലെ മുതൽ നോക്കുന്നത്. അന്നേരം അമ്മയ്ക്ക് ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇതില്ല, പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. നമ്മുടെ ട്രസ്റ്റിലാന്നേലോ അമ്മമാരുടെ കാര്യം എല്ലാവരും നോക്കിക്കൊണ്ട് നടത്തുന്ന അമ്മയല്ലേ. അന്നേരം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ഇപ്പോഴാകുമ്പോഴത്തേന് ട്രസ്റ്റിന്റെ കാര്യം നോക്കാൻ വർഷയുണ്ട്, അളിയനുണ്ട്, അമ്മ എന്നെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് ഞങ്ങളുണ്ട്. ഞാനും അനാമിയെ ഫുൾ ടൈം ഇവിടെ ഉണ്ട് ഇപ്പം. അന്നേരം ട്രസ്റ്റിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കി നടത്തുന്നുണ്ട്. അന്നേരം അമ്മ ഇപ്പൊ ഇച്ചിരി ഫ്രീയാ. അന്നേരം എന്തുകൊണ്ടും അമ്മയ്ക്ക് അങ്ങനെ ഒരു കല്യാണം കഴിക്കണം എന്ന് ഞങ്ങൾ തോന്നി.
അങ്ങനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ്. ഇപ്പൊ ആർക്കാ സന്തോഷം, അമ്മയ്ക്കാണോ? ഞങ്ങൾക്ക് കാരണം ഇൻസ്റ്റാഗ്രാമിലാണേലും ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും സൂപ്പർ മക്കളാ. കാരണം ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് ഒരു ജീവിതം കിട്ടുന്നത് നല്ല കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്ത്. ഞങ്ങളുടെ അമ്മ ഇതിനകത്തുനിന്ന് വഴുതി പോയായിരുന്നു, ഞങ്ങൾ പിടിച്ചു കൊണ്ടു. ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ഞങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ മക്കളുമായിട്ട് ഷെയർ ചെയ്യും, മക്കൾ തിരിച്ചും ഇങ്ങോട്ട് ഷെയർ ചെയ്യും. അന്ന് മരിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഒരു അച്ഛനില്ലാത്തൊരു സങ്കടം അവരെ ഒരിക്കലും അറിയിപ്പിക്കരുത് എന്ന് കരുതി ഓരോന്നും അവരുടെ ഇഷ്ടം നോക്കി ചെയ്ത് വരുന്നത്. പിന്നെ ഈ കല്യാണത്തിന്റെ വേറൊരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ്, അതായത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ അമ്മ ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഇത് അറിഞ്ഞപ്പോഴേ പറഞ്ഞു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവരാ. കാരണം 13 വർഷമായിട്ട് അമ്മൂമ്മച്ചി ഇന്നലെ വിട്ടുന്ന കാര്യം ഞാൻ നേരത്തെ അമ്പിളിയടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും ഇവളിത് കേട്ടിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ട് എടുത്ത തീരുമാനം നല്ലതാണെന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ ചേച്ചി ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷിച്ചു. അത് ഒരുപാട് സന്തോഷം. അമ്മ അമ്പലത്തിൽ വന്നു, ഞങ്ങളുടെ താലികെട്ടൊക്കെ കണ്ടു, ഞങ്ങളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം തന്നു എനിക്ക്. അപ്പം ഞങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ പോലായി. ഇപ്പൊ എനിക്ക് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ അമ്മ പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന്. പക്ഷെ എനിക്ക് അമ്മയോട് പറയാനുള്ളൊരു ഇതുണ്ടായിരുന്നു. ആലോചന ഫുള്ള് നമ്മള് എല്ലാം ഉറപ്പിച്ച ശേഷം ഓരോന്നും പറഞ്ഞ് കളിയാക്കും. അതല്ല, നമ്മളെ ഈ ഇവിടെ വെച്ച് 2 വിവാഹം കഴിഞ്ഞ ശേഷം ഒരുപാട് ഫോൺ കോൾസ് വരും. കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കട്ട് ചെയ്തിട്ട് അമ്മ പറയും ഒരു കുട്ടിയുണ്ട്, പക്ഷെ 2 മക്കളുണ്ട്. അമ്മയ്ക്ക് ആഗ്രഹം ഇവിടുന്ന് എങ്ങും പോകണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങളോടൊപ്പം അതുപോലെ അമ്മമാരുടെ ഒപ്പം ഒക്കെ കഴിയണമെന്ന് അമ്മയുടെ ആഗ്രഹം. അപ്പം അങ്ങനെ അതിനെല്ലാം പറ്റുന്ന ഒരാളെ അമ്മയും എന്നോട് പറഞ്ഞത്. ഞാൻ ഇത് പറഞ്ഞപ്പോ അമ്മയുടെ 28ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അന്ന് എനിക്ക് 7 വയസ്സും ഉണ്ണിയേട്ടന് 11 വയസ്സേ ഉള്ള. അപ്പൊ ആ ഒരു സമയം മുതൽ ഞങ്ങൾ ഈ ഒരു നിലയിൽ എത്തിച്ചു. ഞങ്ങൾ ടൂറും എല്ലാം പോവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ. പക്ഷെ അമ്മ പറയും എല്ലാം നിങ്ങൾ വേണം പോവാൻ, നിങ്ങൾ രണ്ടും അല്ലെങ്കിൽ അവർ രണ്ടും അങ്ങനെ ഒരു ഇതായിട്ട് പറയാം. അമ്മയ്ക്കൊരു കൂട്ടും സപ്പോർട്ടും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങും പോവാനും ഞങ്ങൾക്ക് തോന്നത്തില്ലായിരുന്നു. അതുപോലെ ഈ സോഷ്യൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അമ്മ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു വീഡിയോ കാണുമ്പം ആ വീഡിയോയിൽ എന്ത് കാണുന്നോ അതാണ് സത്യം എന്ന് കരുതി ഓരോരുത്തരും കമന്റ് ഇടും. അപ്പൊ കമന്റ് ഇടുന്നവർക്ക് അറിയത്തില്ല യാഥാർത്ഥ്യം എന്താ. ഇത്രയും വർഷം ഈ സ്ഥാപനം ഒറ്റയ്ക്കാണ് നടത്തിക്കൊണ്ട് വന്നത്. ഈ സ്ഥാപനം ഇപ്പൊ ഈ നിലയിലായതിന്റെ മെയിനായിട്ടുള്ള കാര്യം അമ്മയാണ്. അമ്മമാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഒരു കല്യാണമൊക്കെ കഴിക്കണമെന്ന്. അപ്പൊ നമ്മള് തമാശയായിട്ടാ കണ്ടത്. പിന്നെ ഇപ്പൊ എന്റെ മക്കള് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ആലോചിച്ചു. ഇത് ഞങ്ങളുടെ ഒരു വീട് പോലാണ് കൊണ്ട് നടക്കുന്നത്. അമ്മമാരും കുട്ടികളും ഞങ്ങളെല്ലാരും ഒരു കുടുംബം പോലാണ് കൊണ്ട് നടക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഭക്ഷണം കൊടുക്കാനൊന്നും ആരുമില്ല. ഇപ്പം 75 പേരോളം ഇപ്പം ഉണ്ട്. അമ്മമാരും കുട്ടികളും കൂടെ ചേർന്ന് 75 പേരോളം ഉണ്ട്. അപ്പം എല്ലാ ദിവസവും ഒന്നും അന്നദാനമില്ല. ഓരോരുത്തർ സഹായിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാന്നുണ്ടെങ്കിൽ. കാരണം ഈ അമ്മമാര് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കിടപ്പായിട്ടുള്ളവരാ. ഇവർക്ക് ഡെയിലി ആണെങ്കിലും ഡയപ്പറും മറ്റ് മെഡിസിൻ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ആവശ്യം. അമ്മമാര് വൃത്തികേടായി ഇരിക്കുമ്പം നമ്മളെ ഡയപ്പർ ക്ലീൻ ചെയ്യാനാണെങ്കിലും പുതിയ ഡയപ്പർ എടുക്കാനാണെങ്കിലും നമുക്കിപ്പോൾ അങ്ങനെയുള്ള സ്പോൺസർമാരൊന്നുമില്ല. പിന്നെ നമ്മൾ തന്നെ ഇവിടെ ഒരു അടൂർ ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് കുറേശ്ശെയൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കും. അതായത് നിങ്ങളൊരു ക്ലബ്ബുകാരോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഡയപ്പറോ അങ്ങനെയുള്ള മെഡിസിൻ ഐറ്റംസോ നമ്മുടെ അമ്മമാർക്കും ആർക്കും എന്തും തരാം. കാരണം ഇപ്പം അങ്ങനെയുള്ളൊരു ഈ മഴക്കാലമൊക്കെയാണ് ഇനി വരുന്നത്. അന്നേരം ഞങ്ങളെ ഒന്ന് നിങ്ങൾ സേഫ് ആക്കി തരണം. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലോട്ട് എല്ലാവരും വരണം. സ്ഥാപനം അല്ല, ഞങ്ങളുടെ വീടാണ്. ഞങ്ങളുടെ അമ്മമാരെയൊക്കെ കാണാൻ എല്ലാരെയും ഒന്ന് കാണാൻ ഇവിടെ വരണമെന്ന് അപേക്ഷിക്കുന്നു.